നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ വായിച്ചു കേട്ടത് മിടുക്കനായ ഒരു ചെറുപ്പക്കാരൻ കർത്താവിൻ്റെ പിന്നാലെ വന്ന് ചോദിക്കുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇവിടെയുള്ള മിടുക്കനായ ചെറുപ്പക്കാർക്ക് ആർക്കെങ്കിലും അവരുടെ ഏതെങ്കിലും ഒരു സ്വപ്നത്തിലെങ്കിലും ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്കൊരു സംശയമാണ്. പല സംശയങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു സംശയം നമുക്കുണ്ടാകാറുണ്ടോ? എന്തുവാ? നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നുമില്ല, അതാണ് പ്രശ്നം. നിത്യജീവനെക്കുറിച്ചുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഏതായാലും അന്ന് ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ ഈ ഒരു ചോദ്യം ഉണരുകയാണ്, നിത്യജീവൻ അവകാശമാക്കാൻ എന്ത് ചെയ്യും? അപ്പോൾ കർത്താവ് പറഞ്ഞു, പ്രമാണങ്ങളൊക്കെ പാലിക്കണം. അപ്പോൾ അവൻ അഭിമാനത്തോടെ പറയുകയാണ്, ഞാൻ പ്രമാണങ്ങൾ പാലിക്കുന്നുണ്ട്. 10 പ്രമാണങ്ങളും പാലിച്ച് മിടുക്കനായിട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ ഓർക്കായിരുന്നു, അത്രയും ധൈര്യത്തോടെ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ പ്രമാണങ്ങൾ പാലിച്ചാണ് ജീവിക്കുന്നതെന്ന് പറയാൻ ധൈര്യമുള്ള എത്ര ചെറുപ്പക്കാർ നമ്മുടെ ഇടയിൽ കാണും. എല്ലാ പ്രമാണങ്ങളും പാലിച്ചാണ് ജീവിക്കുക. അതും ആരോടാ പറയുന്നത്? തമ്പുരാനോട് എന്ന് പറയുകയാണ് പ്രമാണങ്ങൾ പാലിക്കുന്നത്. അപ്പോൾ ഈശോ പറഞ്ഞു, ശരിയാ, നീ പാലിക്കുന്നുണ്ട്. നല്ല വിശുദ്ധനായ മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരൻ. പക്ഷെ എന്നാലും നീ നിത്യജീവനിൽ നിന്ന് അകലെയാണ്. കാരണം എന്താ? നിനക്കൊരു കുറവുണ്ട്, നിനക്ക് ധാരാളം സമ്പത്തുണ്ട്. ആ സമ്പത്തെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഈ സമ്പത്തെന്ന് പറഞ്ഞാൽ കുഴപ്പമാണോ? സമ്പത്തിനെക്കുറിച്ച് നമ്മുടെ കർത്താവ് മറ്റൊരിടത്തും പറയുന്നുണ്ട്, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കയറുന്നതാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ ഈ പണം ഉണ്ടാക്കുന്നത് വലിയ പ്രശ്നം ആണോ? ഇതാണ് ചോദ്യം. പ്രമാണങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഈ ചെറുപ്പക്കാരന് പണം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയൊരു കുഴപ്പം പിടിച്ച കാര്യമാണോ? സത്യത്തിൽ പണം ഉണ്ടാക്കുക, പണം, സമ്പത്ത്, ഇതെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. അധ്വാനിക്കാൻ ശേഷിയുള്ള മനുഷ്യന്, അധ്വാനശീലനായ മനുഷ്യന് സമൃദ്ധി ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അധ്വാനിക്കാത്ത കുഴിമടിയന്മാർ ദരിദ്രരായി പോവും. ദാരിദ്ര്യം പുണ്യമൊന്നുമല്ല. ജോലി ചെയ്യാതെ തെക്ക് വടക്ക് നടന്നിട്ട് ദാരിദ്ര്യമാണെന്ന് പറയുന്നത് പുണ്യമല്ല. മദ്യപാനം നടത്തി കുടുംബം നോക്കാതെ കൂട്ടും കൂടി അവിടെ ഇവിടെയും ചീട്ടും കളിച്ച് നടന്ന് കാശെല്ലാം നശിപ്പിച്ചിട്ട് ദാരിദ്ര്യമാണെന്ന് പറയുന്നത് പുണ്യമല്ല. അങ്ങനെയുള്ളവരൊന്നും നിത്യജീവനിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ ദാരിദ്ര്യം പുണ്യമല്ലെങ്കിൽ പിന്നെ സമ്പത്തിന് എന്താണ് പ്രശ്നം? അധ്വാനശീലനായ മനുഷ്യന് സമ്പത്തുണ്ടാവും, ഉണ്ടാകാതിരിക്കാൻ വഴിയില്ല. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉള്ളതിൻ്റെ ഒരു കാരണം നമ്മൾ ശരിയായിട്ട് ജോലി ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മളെ ഏൽപ്പിച്ച ജോലികൾ കൃത്യമായിട്ട് ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല. നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം കൃത്യമായിട്ട് അവരുടെ ജോലി ചെയ്താൽ ഉറപ്പായിട്ടും ഈ നാട്ടിൽ സമൃദ്ധി ഉണ്ടാവും, യാതൊരു സംശയവുമില്ല. അവർക്ക് കിട്ടുന്ന സമ്പത്തിന് ആനുപാതികമായി അവർ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്താൽ, അഴിമതിയൊന്നുമില്ലാതെ ജോലി ചെയ്താൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ഈ കേരളം ഇന്ന് നടക്കുന്ന രീതിയിലൊന്നുമല്ല മുന്നോട്ട് പോവുക, വളരെ സമൃദ്ധിയിൽ തന്നെയാവും. നമ്മുടെ മനുഷ്യർക്കെല്ലാം തൊഴിലുണ്ടാവുകയും എല്ലാവരും തൊഴിൽ ചെയ്യുകയും ചെയ്താൽ സമൃദ്ധി ഉണ്ടാവും. പക്ഷേ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ 30 ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം സാമ്പത്തികമായിട്ട് സമൃദ്ധിയാണ്. അവരൊക്കെ അവരുടെ നാട്ടിൽ സ്ഥലം മേടിച്ചിടുന്നു, വീട് വെക്കുന്നു, എല്ലാം ഈ കേരളത്തിൽ വന്ന് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന പണം കൊണ്ടാണ്. അപ്പോൾ തൊഴിൽ ചെയ്യുന്നവനെല്ലാം സമൃദ്ധി ഉണ്ടാവും, അധ്വാനശീലന് സമൃദ്ധി ഉണ്ടാവും, സമ്പത്തുണ്ടാവും. അത് വലിയ പാപമൊന്നുമല്ല. പിന്നെ ഈ കർത്താവ് ഉദ്ദേശിക്കുന്ന സമ്പത്ത് എന്തായിരിക്കും? സമ്പത്ത് കുന്നുകൂട്ടി വെക്കുകയും ആർക്കും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് കുഴപ്പം. സ്വരുക്കൂട്ടി വയ്ക്കുന്നവനാണ് സുവിശേഷത്തിൽ സമ്പൻ എന്ന് പറയുന്നത്. നിന്റെ സമ്പത്ത് നിനക്ക് പാപകരമാണ് എന്ന് വരുന്നത് എപ്പോഴാണ്? നീ ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി വെച്ചിരിക്കുകയാണ്. സമ്പത്ത് നിനക്ക് വേണ്ടിയിട്ട് മാത്രം നീ ഉപയോഗിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണ്? നിനക്ക് 2 കാര്യങ്ങൾ കിട്ടും, അധികാരം കിട്ടും, സുഖം കിട്ടും. ഇത് രണ്ടും നിന്നെ പാപത്തിലേക്ക് നയിക്കും. സമ്പത്ത് കൂടിക്കഴിയുമ്പോൾ അധികാരം കിട്ടും, സുഖം കിട്ടും. അത് രണ്ടും നമ്മളെ പാപത്തിലേക്ക് നയിക്കും. അല്ലാതെ
സമ്പത്ത് അതിൽ തന്നെ കുഴപ്പം പിടിച്ച കാര്യമല്ലെന്ന് മാത്രമല്ല, നമ്മളൊക്കെ സമ്പത്ത് ആവശ്യത്തിന് ഉണ്ടാക്കേണ്ടവരാണ്, വർദ്ധിപ്പിക്കേണ്ടവരാണ്. സമ്പത്തില്ലാതെ മനുഷ്യന് ജീവിക്കാനായിട്ടാവില്ല. താലന്തുകളുടെ ഉപമ സുവിശേഷത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഉപമയാണ്. താലന്തുകളുടെ ഉപമ എന്താണ്? ഒരു യജമാനൻ ദൂരയാത്രയ്ക്ക് പോവുകയാണ്. ദാസന്മാരെ വിളിച്ച് ഒരാൾക്ക് 5 കൊടുത്തു, വേറൊരാൾക്ക് 2 കൊടുത്തു, വേറെ ആൾക്ക് 1 കൊടുത്തു. 5 കൊടുത്തവൻ 10 ആക്കി, 10 ആക്കണം. 2 കൊടുത്തവൻ 4 ആക്കി, 4 ആക്കണം. 1 കൊടുത്തവൻ എന്നാ എടുത്തു? അത് കുഴിച്ചിട്ടിട്ട് 10 അവന് നീ 10 കൊടുത്തു, ഇവന് 4 കൊടുത്തു, എനിക്ക് 1 തന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നു. മടിയൻ, അവൻ്റെ നിഷേധ മനസ്സ്, അവനൊന്നും ചെയ്തില്ല, കുഴിമടിയനായിട്ട് അവനിരുന്നു. അവനോട് കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ആ 1 രൂപ, ഒരു നാണയം പലിശക്കാർക്ക് കൊടുത്തിട്ട് നീ വീട്ടിൽ ഇരുന്നാൽ പോരായിരുന്നോ? പലിശയെങ്കിലും കിട്ടത്തില്ലായിരുന്നോ? അധ്വാനിക്കാതിരിക്കുന്നതും അലസമായിട്ട് ജീവിക്കുന്നതും പാപം തന്നെയാണ്. അധ്വാനിക്കുന്നതാണ് പുണ്യം. നമ്മുടെ കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരുമ്പോൾ അവർക്ക് ഒത്തിരി കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ ഇരട്ടിപ്പിച്ചില്ലെങ്കിൽ തമ്പുരാൻ ചോദിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കർത്താവ് നിങ്ങൾക്ക് തന്ന കഴിവുകൾ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇരട്ടിപ്പിക്കണം. അത് ചിലർക്ക് സമ്പത്തുണ്ടാക്കാനായിട്ട് കഴിവ് കൊടുത്തിട്ട് വേണം, അത് സമ്പത്തുണ്ടാക്കണം. അല്ലാതെ വെറുതെ നടന്ന് അലസമായിട്ട് സമയം കളയാനായിട്ട് സാധിക്കുകയില്ല. അതേസമയം പങ്കുവയ്ക്കാനും സാധിക്കണം. സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ പങ്കുവയ്ക്കണം. നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം ഉള്ളതിൻ്റെ കാരണം സമ്പത്തില്ലാഞ്ഞിട്ടല്ല. നമ്മുടെ നാട്ടിലെ 10% വരുന്ന ജനത്തിൻ്റെ കയ്യിലാണ് സമ്പത്തിൻ്റെ 75% എന്നുള്ളത് കൊണ്ടാണ്. പങ്കുവയ്ക്കപ്പെടാത്ത ധനമാണ് പാപകരമാകുന്നത്. പങ്കുവയ്ക്കപ്പെടാത്ത സമ്പത്ത് പാപകരമാവുകയാണ്. സമ്പത്ത് സ്വരുക്കൂട്ടി വയ്ക്കുമ്പോൾ അത് പാപകരമാവുകയാണ്. നമുക്ക് ദൈവം സമ്പത്ത് തന്നു, നല്ലൊരു വീട് നമ്മൾ വെച്ചു, സന്തോഷമായി. നല്ല വീട്ടിൽ സമാധാനമായിട്ട് ജീവിക്കണം. ചിലർ വീട് മാത്രമേ നല്ലതുള്ളൂ, അകത്തെ ജീവിതം വളരെ മോശമാണ്. അപ്പോൾ നല്ല വീടൊക്കെ പണിത് ഗംഭീരമായി, അന്നേരത്തേക്കും പിന്നെ ചിന്തിക്കേണ്ടത് വീടില്ലാത്തവനെ കുറിച്ചാണ്. അതിന് പകരം ചിന്തിക്കുന്നത് നമുക്ക് ആ ഗേറ്റും കൂടെ ഒന്ന് പൊളിച്ച് പണിതാലോ, വലിയ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് പോലൊരു ഗേറ്റ്. അതിന് ആ വീട് പണിത് അത്രയും തന്നെ കാശ് മുടക്കി ഇപ്പോൾ ആൾക്കാർ ഗേറ്റും പണിയുന്നുണ്ട്. ആ ഗേറ്റ് പണിയുന്ന പണം കൊണ്ട് വേറെ 2-3 പേർക്ക് വീട് വെച്ച് കൊടുക്കാം. അങ്ങനെ ചിന്തിക്കുന്നില്ല. ദൈവം എനിക്ക് കൂടുതൽ സമ്പത്ത് തരുമ്പോൾ അത് ചിലപ്പോൾ ഈ അധ്വാനിക്കാൻ വഴിയില്ലാത്ത, അധ്വാനിക്കാൻ സാധിക്കാത്ത, ആരോഗ്യമില്ലാത്ത മനുഷ്യർ, തളർന്നു കിടക്കുന്ന മനുഷ്യർ, അംഗവൈകല്യമുള്ള മനുഷ്യരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കൊടുക്കാനാണെന്നുള്ളൊരു ചിന്ത നമുക്കില്ലാതെ പോകുമ്പോഴാണ് അത് പാപകരമായി തീരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രൈസ്തവരായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കേണ്ടവരാണ്, അതോടൊപ്പം തന്നെ നൽകേണ്ടവരുമാണ്. നമുക്കറിയാം, ഈ ക്രൈസ്തവ രാജ്യങ്ങൾ, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരിപ്പോൾ ഒത്തിരി പോകുന്നുണ്ട്. പോയവരൊന്നും തിരിച്ചു വരുന്നില്ല. കാരണം എന്താ? നല്ല ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ, ഒരു പരസ്പര ബഹുമാനത്തിൻ്റെ ഒക്കെ ഒരു സംസ്കാരം അവിടെയുണ്ട്. അതുകൊണ്ടാണ്. അതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ബൈബിളിൽ നിന്നാണ് വരുന്നത്. ബൈബിളിൻ്റെ ആശയങ്ങളാണ് ക്രൈസ്തവ രാജ്യങ്ങളുടെ ഭരണഘടനയായി മാറിയതും അവരുടെ സംസ്കാരമായിട്ട് മാറിയതും. അവിടെ സമ്പത്തുണ്ട്, കാരണം അവിടെ മനുഷ്യൻ അധ്വാനിക്കും. ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം ഭക്ഷിക്കുക. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അധ്വാനിക്കുന്നു. അവിടെ സമൃദ്ധി ഉണ്ടാവുന്നു. അധ്വാനിക്കുമ്പോൾ സമൃദ്ധി ഉണ്ടാവും, അവിടെ സമ്പത്തുണ്ടാവും. അതോടൊപ്പം ഇല്ലാത്തവർക്കായിട്ട് അവർ കൊടുക്കുകയും ചെയ്യുകയാണ്, ഒരു പങ്ക് വെച്ച് കൊടുക്കുകയാണ്. വലിയൊരു തുക ടാക്സായിട്ട് കൊടുക്കുന്ന രാജ്യങ്ങളാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം. നികുതി കൊടുക്കും അവർ. നമ്മുടെ നാട്ടിലെ നികുതിയുടെയൊക്കെ 3 ഇരട്ടി നികുതി കൊടുക്കുന്നവരാണ് യൂറോപ്പിലെ ജനങ്ങൾ. ആ നികുതി സർക്കാരിന് കിട്ടിക്കഴിയുമ്പോൾ സർക്കാർ അത് ജനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, എല്ലാവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അത് ചെലവാക്കുകയാണ്. അതുകൊണ്ടാണ് ആ നാടുകളിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവിടെയൊക്കെ ഒരു സമൃദ്ധിയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് നമുക്ക് നമ്മൾ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഒരേ സമയം അധ്വാനിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്നും അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നും, എന്നാൽ ഈ ഉണ്ടാക്കുന്ന സമ്പത്ത് പങ്കുവയ്ക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണെന്നും ഒക്കെയുള്ളൊരു ബോധ്യം ഉണ്ടാവണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെതുമായ ഒരു സമൂഹം രൂപീകരിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുക. നമ്മൾ അങ്ങനെ ഒരു വലിയ ബോധ്യത്തോടെ ജീവിക്കാനായിട്ട് നമുക്ക്
പരിശ്രമിക്കാം. നമ്മൾ സൗജന്യങ്ങൾ വാങ്ങി ജീവിക്കേണ്ട ഒരു സമൂഹമല്ല, മറിച്ച് നമ്മൾ നൽകേണ്ട ഒരു സമൂഹമാണ്. അധ്വാന ഫലം കൃത്യമായിട്ട് നൽകേണ്ട ഒരു സമൂഹം. നമ്മുടെയൊക്കെ ആത്മീയ പാരമ്പര്യത്തിൽ ദശാംശം കൊടുക്കണമെന്നൊരു പാരമ്പര്യമുണ്ട്. 10 രൂപ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയാൽ 1 രൂപ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും വേണ്ടിയാണ്. അങ്ങനെയുള്ള ദശാംശം കൊണ്ടാണ് നമ്മൾ ഈ പള്ളികൾ പണിതതും സ്കൂളുകൾ പണിതതും കാരുണ്യ ഭവനങ്ങൾ പണിതതുമെല്ലാം. സഭയ്ക്ക് ഇന്ന് ഒത്തിരി നന്മ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് തന്നെ 100ഓളം കാരുണ്യ ഭവനങ്ങളുണ്ട്. ഈ കാരുണ്യ ഭവനങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സും അൽമായ സഹോദരങ്ങളും വൈദികരും ഒക്കെ നടത്തുകയാണ്. ഇതൊന്നും ആരും ബിസിനസ് നടത്തി ഉണ്ടാക്കിയ പണമല്ല, ആരെങ്കിലുമൊക്കെ സ്നേഹത്തോടെ തന്ന പണം കൊണ്ടാണ് ഇതെല്ലാം നിർമ്മിക്കുന്നത്. അതിന് അവരെ കൊടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് എന്താണ്? സുവിശേഷമാണ്. കൊടുക്കണം, നൽകണം, കൂടുതൽ കൂടുതൽ നൽകണമെന്നുള്ള ബോധ്യം കൊടുക്കുന്നത് സുവിശേഷമാണ്. അങ്ങനെ ആ കാരുണ്യത്തിൻ്റെ സംസ്കാരം ഉണ്ടാകുന്നത് ഈ ദശാംശത്തിൽ നിന്നാണ്. നമുക്കൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരു കാലത്ത് ഒത്തിരി തുക അവർ നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് അയച്ചെന്ന് വരുമായിരുന്നു, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനൊക്കെ വേണ്ടിയിട്ട്. അതെല്ലാം അവർ സ്വരുക്കൂട്ടുന്നത് എങ്ങനെയാണ്? ഈ ദശാംശമാണ്. അവരധ്വാനിക്കുന്നതിൻ്റെ 1% അവരെപ്പോഴും ഇല്ലാത്തവർക്കായിട്ട് മാറ്റിവെക്കുകയാണ്. അതൊക്കെ ജീവിതത്തിൽ നമ്മളെന്നും പാലിക്കേണ്ട, പഠിക്കേണ്ട ചില മൂല്യങ്ങളാണ്. അങ്ങനെ നൽകേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത, അതൊക്കെ മനസ്സിൽ കയറുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല മനോഭാവങ്ങൾ രൂപീകരിക്കാൻ നമുക്ക് സാധിക്കും. പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടായിരുന്നു പള്ളിയിൽ നേർച്ചയിടിയിച്ചിരുന്ന അമ്മമാർ. വീട്ടിൽ ഭിക്ഷ തേടി ആരെങ്കിലും വന്നാൽ, ഇപ്പോൾ പിന്നെ അങ്ങനെ ആരും വരാറില്ല, വന്നാൽ നമുക്കതൊട്ട് ഇഷ്ടമില്ല, നമുക്കവരെല്ലാം സംശയമായി തുടങ്ങി, ഭിക്ഷ തേടി വരുന്നവരെയെല്ലാം. അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഭിക്ഷ തേടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ സമൂഹം. അല്ലാതെ തന്നെ അവർക്ക് വേണ്ടിയിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഭിക്ഷ തേടി ആരെങ്കിലും വന്നാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കൊടുപ്പിക്കുമായിരുന്നു അമ്മമാർ. കാരണം എന്താ? പിള്ളേരെ കൊടുത്തു പഠിക്കണം, കൊടുക്കാനായിട്ട് കുഞ്ഞുങ്ങൾ പഠിക്കണം എന്നുള്ളൊരു വലിയ ബോധ്യം അവർക്കുണ്ടായിരുന്നു. അത് ജീവിതത്തിൽ സ്വന്തമാക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എനിക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്തവന് വേണ്ടി അത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് സമ്പത്തുണ്ടെങ്കിൽ സമ്പത്തില്ലാത്തവർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. എനിക്ക് സമയമുണ്ടെങ്കിൽ സമയമില്ലാത്തവർക്ക് കൊടുക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ. അങ്ങനെ നമുക്കുണ്ടെന്ന് കരുതുന്നതൊക്കെ അതെല്ലാം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ്. ആകയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് ഈ ഇടവക ദിനമൊക്കെ ആചരിക്കുമ്പോൾ, ഒരു വിശ്വാസ സമൂഹമായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ആ സന്ദേശം നമുക്ക് സ്വന്തമാക്കാം. സമ്പത്ത് അതിൽ തന്നെ തിന്മയല്ല, പക്ഷെ അത് പങ്കുവെക്കേണ്ടതാണ്. പങ്കുവെക്കാതിരിക്കും തോറും ആ പരമമായ സ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കുകയില്ല.